യഥാർത്ഥത്തിൽ ഈ നഴ്സിംഗ് കോളേജുകളിലൊക്കെ തന്നെ ആത്മഹത്യയുടെ വാർത്തകൾ വരുന്നു, അക്രമത്തിൻ്റെ വാർത്ത വരുന്നു, റാഗിങ്ങിൻ്റെ വാർത്തകൾ വരുന്നു. എന്നിട്ടും കാര്യമായ പരിശോധനകളൊന്നും ഈ നഴ്സിംഗ് കൗൺസിൽ നിയന്ത്രിക്കുന്ന നഴ്സിംഗ് കോളേജുകളിൽ നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് ബീന ബിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ തന്നെ വളരെ കുറച്ച് നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ മാത്രമേ പരിശോധനകളും ഇൻസ്പെക്ഷനുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു അധികൃത സാന്നിധ്യം ഇത്തരം സ്ഥാപനങ്ങളിൽ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് എസ്റ്റേൻ. കഴിഞ്ഞ കുറച്ചു കാലമായി സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ 2016 ശേഷം വീണ്ടും നഴ്സിംഗ് കോളേജുകളിൽ വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യാ വാർത്തകൾ കേട്ടു തുടങ്ങിയത് ഈ 2024 നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഡിസംബർ മാസത്തിൽ മാത്രം 3 വിദ്യാർത്ഥിനികളാണ് ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോഴാണ് കാലങ്ങളായി നഴ്സിംഗ് കോളേജുകളിൽ കൃത്യമായി നഴ്സിംഗ് കൗൺസിലിൻ്റെ പരിശോധനകളെല്ലാം നടക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ജൂലൈക്ക് ശേഷം 2024 ജൂലൈ മാസത്തിന് ശേഷം കാര്യമായ പരിശോധനകളൊന്നും ഈ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. ആകെ 270-ലധികം നഴ്സിംഗ് കോളേജുകൾ സംസ്ഥാനത്ത് ഉള്ള സാഹചര്യത്തിൽ ആകെ 54 ഇടത്ത് മാത്രമാണ് പരിശോധനകൾ നടക്കുന്നത്. മുൻപ് പരിശോധനകൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പരാതികൾ പറയാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ആ പരാതികളിൽ കുട്ടികളുടെ റെസ്പോൺസ് ഷീറ്റ് എന്ന ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളുടെ പരാതികൾ പറയാം, കുട്ടികളുടെ പരാതികൾ അവർക്ക് എഴുതാം. അതിനുശേഷം നഴ്സിംഗ് കൗൺസിലിൽ സിറ്റിങ്ങുകൾ നടത്തും. സിറ്റിങ്ങുകളിൽ ഈ ഏത് കോളേജ് അധികൃതർക്കോ സ്കൂൾ അധികൃതർക്കോ എതിരെയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതി പറയുന്നത് അവരെ വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച പരിഹാരം തേടാനുമുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. കഴിഞ്ഞ ജൂലൈക്ക് ശേഷം കാര്യമായി സിറ്റിംഗ് നടത്തുന്നില്ല. നേരത്തെ കൗൺസിൽ അംഗങ്ങളും സിറ്റിങ്ങിന് പോകുമായിരുന്നു. എന്നാൽ സാധാരണ ഒരു നഴ്സിംഗ് കോളേജിനോ സ്കൂളിനോ അനുമതി നൽകുമ്പോൾ ആദ്യം ഒരു പരിശോധന നടത്തുന്നത് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളാണ്. അവർ തന്നെ വീണ്ടും പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഫേവറിസത്തിനോ മറ്റോ കാരണമാകുമെന്ന് കണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് പ്രകാരം കൗൺസിൽ അംഗങ്ങൾ പിന്നീടുള്ള ഓരോ വർഷമുള്ള റുട്ടീൻ പരിശോധനകൾക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു ആ ഉത്തരവ്. വളരെ സദുദ്ദേശപരമായിട്ടായിരുന്നു ആ ഉത്തരവ് ഇറക്കിയത്. പക്ഷേ അതിനുശേഷം ഈ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ പരിശോധനയ്ക്ക് പോകാതായി. പക്ഷേ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തുള്ള റുട്ടീനായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കാതെ വന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പരാതികൾ അഡ്രസ്സ് ചെയ്യാൻ കൃത്യമായ ഫോറം ഇല്ല എന്ന് ഈ നഴ്സിംഗ് കൗൺസിൽ അംഗം തന്നെ 24-നോട് വ്യക്തമാക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരാതി പറയാൻ ഫോറമില്ല. അവർക്ക് ഒരുപക്ഷെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അധ്യാപകരുടെ ഭാഗത്തുനിന്നോ ഹോസ്റ്റലിലോ മറ്റോ മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ അവർ ആരോടും പരാതി പറയാൻ പറ്റാത്ത സാഹചര്യം. പരാതികൾ ഒരുപക്ഷെ സ്കൂളിലോ കോളേജിലോ നൽകി കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അവഗണിച്ച് വിടുന്ന സാഹചര്യം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമാണ്. ഒരുപക്ഷെ ഇത്രത്തോളം ക്രൂരമായ റാഗിങ്ങും തുടരെ ഉണ്ടാകുന്ന ഈ ആത്മഹത്യകൾക്കുമെല്ലാം ഒരുപക്ഷെ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് ഇത്തരത്തിൽ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു വീഴ്ചയാണ് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. എസ്കെൻ. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിയത്. ഇനി വിദേശ വാർത്തകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കമൻറ്റ് വായിക്കണം. ഇറിൻ ഏഞ്ചൽ പറയുന്നു, പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% മുഖ്യമന്ത്രി ചുമതലയേറ്റ ഉടനെ പ്രഖ്യാപിച്ചു. 8 കൊല്ലമായിട്ടും വാഗ്ദാനം നടപ്പാക്കിയില്ല. ആകെ ഈ ലിസ്റ്റ് തീരാൻ ഇനി 2 മാസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്ന ഇർവിൻ ഏഞ്ചൽ.